വീട്ടിൽ വന്നപ്പം ഇന്നലെ രാത്രിയത്തെയും ഇന്നത്തെയും മുട്ടത്തോട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വെച്ചേക്കണം എന്നുള്ള, കളയരുതെന്ന്. അപ്പോൾ അതൊന്ന് പ്രാവൊക്കെ കൊടുക്കണം. കണ്ടില്ലേ, മുട്ടത്തോട് കണ്ടാൽ തന്നെ അവരൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്റ്റീവ് ആവും. അപ്പോൾ അത് കൊടുക്കുന്നതെല്ലാം നല്ലത് തന്നെയാണ്. അപ്പോൾ ഞാൻ എത്ര രാത്രിയായിരുന്നാലും ഇതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കൊടുത്തിട്ടേ കിടക്കുകയുള്ളൂ. അപ്പോൾ പലരും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, പ്രാവുകളൊക്കെ അസുഖങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടൊക്കെ കൊണ്ടുപോകുന്നതെന്നുള്ളത്. നമ്മൾ എന്തെങ്കിലും പ്രാവൊക്കെ ചെയ്യാനെന്നുണ്ടെങ്കിൽ നമ്മൾ സമയം നോക്കുക. ഇതിനെ കൊണ്ടിട്ട് നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്ത് ഒന്ന് പൊടിച്ച്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പൊടിച്ച് നല്ല രീതിയിൽ കഴുകുമ്പോൾ ആ വേസ്റ്റുകളെല്ലാം അങ്ങ് പോവും. ആ മുട്ടയുടെ അകത്തുള്ള ഇതിൻ്റെ മഞ്ഞക്കരുവിൻ്റെ ഇതും എല്ലാം അങ്ങ് പോവും. വെള്ളത്തിലൊരു 3-4 പ്രാവശ്യം ഇത് കണക്ക് നല്ല രീതിയിൽ കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം കൂട്ടിൽ വെച്ച് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പിന്നെ അതിന് ഉണക്കാനൊന്നും അങ്ങനെ മെനക്കെട്ട് നിൽക്കാറൊന്നുമില്ല. പിന്നെ നല്ല ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഉണക്കി സൂക്ഷിച്ച് വെച്ചേക്കും, ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ സമയം തന്നെ എനിക്ക് തോന്നുന്നു രാത്രി, ഇപ്പോൾ സമയം കറക്റ്റ് 10:30 മണിയായി. അപ്പോൾ നമ്മൾ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ പണി ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ ഇതൊക്കെ ഒന്ന് കൊടുത്ത് മുരിങ്ങയില കിട്ടിക്കഴിഞ്ഞാൽ അതിന് എത്ര രാത്രി ആയിരുന്നാലും കൊണ്ട് കൊടുക്കും. അതുകൊണ്ടാണ് നമ്മുടെ പ്രാവുകൾ അത്രയും പ്രശ്നങ്ങളില്ലാതെ കിടക്കുന്നത്. ഇപ്പോൾ കൂട്ടിലൊന്ന് നോക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ കയ്യിലുള്ള നല്ല പ്രാവുകളെല്ലാം കുറേ കുട്ടികൾ സെയിലായി പോയി. അപ്പോൾ സെയിലായി പോയപ്പോൾ പ്രാവും കൂട് കുറച്ചൊന്ന് കാലിയായി കിടപ്പുണ്ട്. അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ പാത്രത്തിൽ ഇത് കണക്ക് കഴുകി റെഡിയാക്കി കൊണ്ട് വെച്ച് കൊടുക്കും. ആദ്യം കിട്ടുന്ന 1-2 അമ്പരപ്പ് കഴിഞ്ഞ ശേഷം വന്നൊരു അറ്റാക്ക് ഉണ്ട്. ഇവരെല്ലാം കൂടെ ഒരു വിത്തിൻ സെക്കൻഡ് കൊണ്ട് തന്നെ അത് അവർ കഴിച്ച് തീർക്കും. വന്നെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ വലിയ സമയമൊന്നും വേണ്ടി വരില്ല. അപ്പം നമ്മുടെ പരിപാടി ഇതൊക്കെയാണ്. രാത്രി ആയിരുന്നാലും എത്ര രാത്രി ആയിരുന്നാലും ഇതൊക്കെ വന്ന് കൊടുത്തിട്ടൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ കൊടുത്തിട്ടേ കിടക്കുകയുള്ളൂ. പിന്നെ അത് കണക്കിന് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നും കൂടെ നമ്മളൊന്ന് കുറച്ച് നേരം ഇരുന്നൊന്ന് വാച്ച് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ചെയറൊക്കെ ഇട്ട് കുറച്ച് നേരം ഒന്ന് ഇരിക്കണം. അപ്പോഴേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ വെറുതെ ഉള്ള മരുന്നുകളെല്ലാം വാങ്ങി കൊടുത്ത് പ്രാവുകളെ നശിപ്പിക്കരുത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇറങ്ങണമെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണം. ഇതൊക്കെ തന്നെ കൊടുക്കണം. നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ വെള്ളവും ഇതും വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് എത്ര കിട്ടിയാലും അവർ കഴിച്ചോളും. അപ്പോൾ നിങ്ങളും ഇത് കിട്ടിയാൽ കളയരുത്. ഇതിനൊക്കെ കൊടുക്കുക.